നടിയാക്രമിച്ച കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 6 പ്രതികൾക്കുള്ള ശിക്ഷാവിധി നാളെ. പൾസർ സുനിയടക്കം കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത മുഴുവൻ പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണിയം വർഗീസാണ് വിധി പറയുക. ഗൂഢാലോചന കേസിൽ നടൻ ദിലീപ് അടക്കം 4 പേരെ കോടതി വെറുതെ വിട്ടിരുന്നു. ശിക്ഷാവിധിക്കൊപ്പം കേസിന്റെ വിശദമായ വിധി പ്രസ്താവം എന്താണെന്നറിയാനുള്ള കാത്തിരിപ്പാണിനി. നാളെ രാവിലെ 11 മണിയോടെയാണ് നടപടിക്രമങ്ങൾ ആരംഭിക്കുക. 1-ാം പ്രതി പൾസർ സുനി എന്ന സുനിൽ NS, 2-ാം പ്രതി മാർട്ടിൻ ആന്റണി, 3-ാം പ്രതി ബി മണികണ്ഠൻ, 4-ാം പ്രതി VP വിജീഷ്, 5-ാം പ്രതി H സലീം എന്ന വടിവാൾ സലീം, 6-ാം പ്രതി പ്രദീപ് എന്നിവരാണ് കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയത്. പൾസർ സുനി 7.5 വർഷം റിമാൻഡ് തടവുകാരനായിരുന്നു. മറ്റു പ്രതികളും 5 വർഷത്തോളം തടവിൽ കഴിഞ്ഞു. ഇത് പരിഗണിച്ച് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകണമെന്നാകും പ്രതിഭാഗം ആവശ്യപ്പെടുക. കൂട്ടബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ, തടഞ്ഞുവെക്കൽ, തെളിവ് നശിപ്പിക്കൽ, സ്ത്രീത്വത്തെ അപമാനിക്കൽ, അശ്ലീല ചിത്രമെടുക്കൽ, ഇത് പ്രചരിപ്പിക്കൽ ഉൾപ്പെടെയുള്ള ഗുരുതരമായ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. പ്രതികൾ ചെയ്ത കുറ്റകൃത്യത്തിന്റെ ഗൌരവം പരിഗണിച്ച് മുഴുവൻ പ്രതികൾക്കും ജീവപര്യന്തമടക്കം കഠിനമായ ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടും. ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു 8-ാം പ്രതി നടൻ ദിലീപ് അടക്കമുള്ള 4 പ്രതികളെ കോടതി വെറുതെ വിട്ടത്. ശിക്ഷാവിധിക്ക് പിന്നാലെ വിധി പ്രസ്താവത്തിന്റെ പൂർണ്ണരൂപം പുറത്തുവരും. ഇത് വിശദമായി വിലയിരുത്തിയ ശേഷം ഗൂഢാലോചന കേസിൽ അപ്പീൽ പോകാനാണ് പ്രോസിക്യൂഷന്റെയും അതിജീവിതയുടെ അഭിഭാഷകരുടെയും തീരുമാനം. മീഡിയ 1, കൊച്ചി.